ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫറാസ് കിച്ചൺ ടിപ്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അന്നേരം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു രസവുമായിട്ടാണ്. രസം എന്ന് പറയുമ്പം ഇത് എൻ്റെ ഉമ്മയുടെ മാസ്റ്റർ പീസാണ് രസം. ഈ രസം ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. ഈ രസവും മീൻ പറ്റിച്ചതും ഈ ചെറിയ മീൻ എന്തെങ്കിലും പറ്റിച്ചതും ചോറുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മൂന്നുമാണ് നല്ല കോമ്പിനേഷൻ. അത് നമുക്ക് ഈ രസത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പം നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 4-5 കൊച്ചുള്ളി ചതച്ചതാണ്. ചതയ്ക്കുന്ന കല്ലിൽ ഇട്ട് വേണം ചതയ്ക്കാൻ, മിക്സിയിൽ പൊടിച്ചെടുക്കരുത്. പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ പീസ് മീഡിയം സൈസ് പീസ് ഇഞ്ചി ചതച്ചത്, 4-5 പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള മല്ലിയില. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇതിപ്പം 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് തീരെ ചെറുതാക്കരുത്, ഈ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് വേണ്ടത്. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. ഇനി വേണ്ടത് ഉലുവയാണ്. അന്നേരം നമ്മുടെ സ്പെഷ്യൽ രസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ്. നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ വേണം. അന്നേരം എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുകിൻ്റെയോടൊപ്പം തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 വലിയ തക്കാളിയാണ്. തക്കാളി ഒരുപാട് ഉടച്ചെടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ആക്കി വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ രസത്തിന് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്തിലേക്ക് നമ്മൾ പുളി വെള്ളം ചേർത്ത് കൊടുക്കണം. തക്കാളി ഒരുപാട് ഉടയാൻ പാടില്ല. ഒരു 30 സെക്കൻഡോളം നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടപ്പൊന്ന് മാറ്റുവാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യം വരും. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. അത് മതിയാവും, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ രസം ഇവിടെ തിളച്ച് വരാൻ സമയമായിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. അങ്ങനെ രസമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കണം. ഈ രസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് ചെറിയ പൊടിമീൻ വറ്റിച്ചതും ചോറുമാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ചോറ് കഴിക്കും. നല്ല ടേസ്റ്റാണ് ഈ രസത്തിനും ചോറുമായിട്ടൊക്കെ കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രസമാണിത്. ഈ മല്ലിയിലിട്ട ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. വന്നിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ഞാൻ ഇളക്കി കോരണം. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ വൻജീരകം ഫുള്ള് നമ്മൾ അരയ്ക്കാതെയൊക്കെയാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ചാണ് എടുക്കുന്നത്.
അരയ്ക്കുമല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണിത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വെറൈറ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു സീക്രട്ട് ഉള്ള റെസിപ്പി ആയിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ജീരകം അത് ഫുള്ളായിട്ട് തന്നെ ചേർക്കുന്നത്, അരയ്ക്കുന്നൊന്നുമില്ല. വൻജീരകമാണ് ഇതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇത് കോമ്പിനേറ്റഡ് ആയിട്ടുള്ളത് മീൻ വറ്റിച്ചതും ചോറുമായിട്ടാണ്. നിങ്ങളിത് ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കിനെ അറിയിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്.